ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നീരവന് ഇന്നുമില്ല എന്നാണ് ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അംഗൻവാടിയിൽ നിന്ന് മുടക്കാൻ. അപ്പോൾ മഴ പ്രമാണിച്ചാവും. ഇന്നലത്തെ പോലെ വലിയ കാര്യമായിട്ട് ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. ഇനി പെയ്യുമെന്ന് അറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, എങ്കിലും ഇന്ന് മുടക്കാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പ്രവേശനോത്സവമായി. 30-ാം തീയതിയാണ് അംഗൻവാടിയിലെ പുതിയ കുട്ടികളെ എടുക്കണതും പഴയ കുട്ടികൾക്ക് യാത്രയപ്പോൾ. അപ്പോൾ തീരവ് പഴയ കുട്ടിയാണല്ലോ, ഇനിയിപ്പോൾ നേരെ സ്കൂളിലേക്കാണല്ലോ. അപ്പോൾ 30-ാം തീയതി യാത്രയപ്പോട് കൂടി അവൻ്റെ ഈ അംഗൻവാടി ഡേയ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നാളെ ഇനി ഉണ്ടോയെന്ന് അറിയില്ല. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി അവന് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ പോയത്. അവനൊന്ന് കുളിപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിനിപ്പോൾ തുണി കഴുകണം. മഴ ഒന്ന് വരുമ്പോഴേക്കും ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി ഇവിടെ ഷെഡിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ കഴുകിയിട്ട തുണികളുണ്ട്, 2-3 ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഉള്ളിലേക്ക് എടുത്തിട്ടിട്ട് കഴുകി ഇടുന്നത് ഇനി അങ്ങോട്ട് ഇട്ടിട്ട് ബാക്കി ഞാൻ വീഡിയോയിൽ വരാം. ഇതൊക്കെ പറയുന്നെങ്കിലും ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്, പക്ഷേ എഡിറ്റ് ചെയ്ത് ഇനി വെള്ളിയാഴ്ച ഇടുണ്ടാവുള്ളൂ എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചത് തന്നെയാണ്, പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസിൻ്റെ പ്രശ്നം കൊണ്ട് ഡിലീറ്റായി പോയി. ഇനിയിപ്പോൾ വീണ്ടും വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തൊരു കഷ്ടപ്പാടാണല്ലേ. എനിക്ക് ഇടയ്ക്കൊക്കെ ഭ്രാന്ത് വരും. പിന്നെ ഞാൻ വിചാരിക്കും സാരില്ല, ഇതൊക്കെ നമ്മുടെ ഒരു തൊഴിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് വളരെ ക്ഷമാശീലരായവർക്ക് മാത്രമല്ല ഈ പരിപാടി പറ്റുള്ളൂ. അതെനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. അങ്ങനെ 2-3 വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. സ്പേസ് ഇല്ല, പ്രശ്നം, ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോയി. ഇനിയിപ്പോൾ ഇതും കൂടി കളയണ്ട വെച്ചിട്ട് ഞാൻ വീണ്ടും ആ വീഡിയോസൊക്കെ എടുത്ത് ഇരുന്ന് മെനക്കെട്ട് എഡിറ്റ് ചെയ്തിട്ടാട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ ഞാൻ അലക്കൽ കഴിഞ്ഞു. മഴ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ല. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലോണം പെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. പുറത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു മാങ്ങ കിട്ടി. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ എടുത്തു. എന്തായാലും നീരവുണ്ടല്ലോ വീട്ടിൽ വെച്ചിട്ട്. എന്നിട്ട് ഉള്ളിലേക്ക് കയറി ഇതാ അവിടെ ഒരു അഴക്ക കണ്ടു. എനിക്ക് മിനി ആൻറ്റി ഇങ്ങോട്ട് വന്ന സമയത്ത് കെട്ടി തന്നാൽ ഞാൻ ഇതുവരെ അഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഓരോ നൂലുകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പൊന്തി നിൽക്കുന്നുണ്ട്. എങ്കിലും അവിടെ ഇരിക്കട്ടെ, ഈ മഴക്കാലത്ത് വല്ലാത്തൊരു സഹായം ഇതിനെ കൊണ്ട്. ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ വെച്ചിട്ട് അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് പിന്നെ നമ്മളിതാ പാല് മേടിക്കാൻ വേണ്ടി പോവാണ്. ടൈമിംഗ് ഒക്കെ വളരെ കറക്റ്റ് ആയതുകൊണ്ട് എൻ്റെ പാൽച്ചാട്ടം ചിലപ്പോൾ 9:45 വരും, ചിലപ്പോൾ 10 മണിക്ക് വരും, ചിലപ്പോൾ 10:15 വരും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സമയം നിഷ്ഠത. ഇപ്പോൾ ഇത് 10 മണിയായപ്പോഴാണ് വന്നത്. ആണോ? അല്ല, ഇത് നീരവിന്റെ, ഇത് മമ്മിയുടെ അല്ലേ? അത് നോണയല്ലേ? അത് നോണയാണല്ലേ? അപ്പം 2 പാലുപാത്രം എടുത്തിട്ട് മിനിയാണ്ടി പോവാണ്. അപ്പം അതെൻ്റെ പാലുപാത്രമാണ് എന്നാണ് ഉദ്ദേശിക്കണത്. പറഞ്ഞു അത് ഇങ്ങനെയൊക്കെ ആയി പോയി. നല്ല രസമാണ് മിനിയാണ്ടി നീരവരെ കളിപ്പിക്കണ കാണാനൊക്കെ കേട്ടോ. എന്നിട്ട് ഞാൻ ദോശ കഴിക്കാൻ വേണ്ടി വന്നു. പഞ്ചാര മാത്രം തിന്നാൻ പറ്റില്ല. അതിനിടയിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് അവ ഒരു ട്രിപ്പും കൂടെ ദോശ കഴിച്ചാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫോണിൻ്റെ പ്രശ്നം. ഇവിടെ വെച്ചാലും വീഴും. എൻ്റെ സ്റ്റാൻഡിനാണെങ്കിൽ തീരെ ഒരു ബലമില്ല കേട്ടോ. കാറ്റടിച്ച് കഴിഞ്ഞാൽ വീഴും. അതാണ് സംഭവം. അപ്പോൾ വിലക്കുറവിനുള്ള ട്രൈപോഡ് മേടിക്കാണ്ടിരിക്കാൻ നല്ലത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി മേടിക്കണവരോടായിട്ട് പറയാം, എനിക്കത്തെ വില കുറഞ്ഞ സാധനങ്ങളൊന്നും എന്നെ പോലെയുള്ളവർ മേടിക്കരുത്. നമ്മുടെ ഫോണും പോവും. ഇപ്പോൾ ഒരു 1000 രൂപ മുടക്കിയ നന്നായിരുന്നു തോന്നുന്നു. കാരണം 10,000-20,000 രൂപയൊക്കെ കൊടുത്ത് നല്ല വില കൊടുത്ത് മേടിക്കണ ഫോണുകളൊക്കെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? എന്തായാലും ക്ലീനിങ്ങൊക്കെ അങ്ങനെ നടക്കുകയാണ് നമ്മുടെ കേട്ടോ. മഴ പെയ്യുമ്പോഴേക്കും ഇനി മുറ്റത്തിലേക്കുള്ള പരിപാടി നടക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ സംഭവം മേടിച്ചിട്ട് അവ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പ്രകൃതി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. അതായത് എൻ്റെ ചെടികളേനെ കുറേ ഇലകളൊക്കെ കണ്ടോ വന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ. നമ്മൾ നട്ട ചെടിയിൽ ഇലകൾ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ അവൻ്റെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് തുടച്ചെടുത്തു കേട്ടോ. ആ വടി അവൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആകെ നനഞ്ഞ് വെണ്ടിയായി. അപ്പോൾ തുടച്ചിട്ട് വലിയ കാര്യമായിട്ട് വെള്ളമൊന്നും പോയി. അതിനിടയിൽ കോളാമ്പിയുടെ അടിയിലടിക്കുമ്പോഴായിട്ട് നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മിനി ആൻറ്റീനെ വിളിച്ച് ഈ കോളാമ്പി ഇങ്ങോട്ട് ചാഞ്ഞൊക്കെ ഉണ്ട്, അതൊന്ന് കെട്ടിത്തരുമോ ചോദിക്കുമ്പോഴാണ് നല്ല സൗണ്ടിൽ അങ്ങനെ കാറ്റ് വന്നു. ഞാനും മിനി ആൻറ്റി ഒറ്റ ഓട്ടോ കേട്ടോ.
അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നീരവ് എന്തൊക്കെയോ എന്ന് പറയണ്ട. അതിൻ്റെ ഇടയിൽ ഉള്ളിലത്തെ പണികൾ ഇത്തിരി തീർക്കാമെന്ന് വിചാരിച്ചു. മഴ ഒന്ന് തോരുമ്പോഴേക്കും ഇത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പുറം പണി, പിന്നെ നമുക്ക് ഒന്ന് കടയിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ പാത്രങ്ങൾ കഴുകുന്നത്. മഴ പെയ്താലോ? അപ്പോൾ ട്രെയിനിൻ്റെ സൗണ്ട് ഇടയിൽ വരുന്നുണ്ട് മഴയുടെ കൂടെ. അപ്പോൾ നല്ല രസത്തിലേക്ക് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ സംശയങ്ങൾ കേട്ടോ. ട്രെയിന് നനയുമ്പോൾ തുരുമ്പ് വരില്ലേ എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോൾ ഞാൻ ഇല്ല എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞു. ബെസ്റ്റ് പൊട്ടത്തിയ കുറച്ച് ആൾ വരുമ്പോൾ അവന് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറച്ച് ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മുട്ട ബജ്ജി. അവൻ കഴിച്ചില്ലേ, ഞാൻ എന്നെ കഴിച്ചേ. എങ്കിലും അതിനെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതൊരു പാത്രത്തേക്ക് മാറ്റി വെച്ച്. പിന്നെ ചട്ടി ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി വയ്ക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങ മുറിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞാൽ ഇല്ല, ഇന്നലെ രാത്രി മീനി ആൻറ്റി നമുക്ക് പപ്പക്കായ തന്നില്ലേ, അത് നമുക്ക് മുറിച്ച് തിന്നാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കട്ടിങ് ബോർഡൊക്കെ ഇട്ട് റെഡി ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇപ്പോൾ കഴിക്കാവുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ മുറിച്ച് വന്നപ്പോൾ നല്ല വലുതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ പ്ലീ പ്ലീ പറഞ്ഞിട്ട് ഇങ്ങനെ 2-3 കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയെല്ലാം മുറിഞ്ഞു വരുന്നുണ്ടായിരുന്നത്. നല്ല രീതിക്ക് ഉടഞ്ഞു പോണ്ടായിരുന്നു. അപ്പം ഞാനതിൽ നിന്ന് ഉടഞ്ഞു പോകണമൊക്കെ എൻ്റെ വായിലിടുമ്പോൾ നീരവിന് സങ്കടം, അവന് കിട്ടിയില്ല. പിന്നെ അത് മൊത്തത്തിൽ ഞാൻ മുറിച്ച് അവൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തപ്പോൾ കൈ കഴുകാൻ വേഗം ഓടിപ്പോയി, എന്നിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് സമാധാനം സ്വസ്ഥമായിട്ട് ബാക്കി പണികൾ എൻ്റെ പാത്രങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടാണ്. എപ്പോൾ നോക്കിയാലും പാത്രങ്ങൾ ഈ എന്താ ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് പാത്രം കഴുകാനുള്ള റോബോട്ടിനെ മേടിക്കേണ്ടി വരുമോ? ഞാൻ എന്നിട്ട് അതൊക്കെ കഴുകി ഇങ്ങനെ ഒതുക്കി കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. പായ കഴിക്കാൻ കൊടുത്തപ്പോൾ എൻ്റെ മുതൽ അവിടെ പോയിട്ട് ജിത്തു മാമൻ തന്ന കായ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തോണം. അത് പഴുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ അവന് വലിയ ഇഷ്ടമായില്ലേ, അതാ എന്നൊക്കെ പറഞ്ഞിട്ട് തരികയാണ്. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ മുഖം കണ്ടോ മത്തങ്ങയുടെ ടേസ്റ്റ് നെക്കണ്ട. കഴിച്ചോ? പപ്പായ തൊട്ടിട്ടില്ല കേട്ടോ, അത് അവിടെ ഇരിക്കുകയാണേ. എന്നിട്ട് ഇതാ ഞാൻ അടിക്കാനുള്ളത് ബാക്കിയും കൂടെ അടിച്ച് തീർക്കാൻ വെച്ചു. മഴ ഒരുവിധം തോർന്നു കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം മുകളിൽ നിന്നും ചെടികളുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീണുണ്ട്. കുട്ടികളെ പെട്ടെന്ന് അവർക്ക് പനി പിടിക്കും. അപ്പോൾ പരമാവധി ഇപ്പോൾ 2 മാസത്തോളമായിട്ട് പനി വരാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഇത്തിരി സമാധാനം. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് തീർത്തിട്ട് ഞങ്ങളിതാ റെഡി ആവാൻ തുടങ്ങുക കേട്ടോ. മുടിയൊക്കെ അഴിച്ച് കെട്ടണമായിരുന്നു. അപ്പോൾ എൻ്റെ മുടി എന്തെങ്കിലും നിൽക്കണമെന്ന് ചോദിച്ചു വിട്ട് കുറച്ച് പേര്. സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയൊന്ന് സ്മൂത്തനിങ് ചെയ്തപ്പോൾ ഞാൻ അറിയാണ്ട് പഠിക്കണ കുട്ടിയാ തോന്നുന്നു, കോസ്മെറ്റോളജിയാണ് പഠിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വടക്കാഞ്ചേരിയിൽ ഒരു ചഞ്ചലിന് പറഞ്ഞൊരു കുട്ടിയുടെ അടുത്തേക്കൊന്ന് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോയതാണ്. ആ കുട്ടി അവളുടെ അമ്മ ചെയ്യണ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവർ മുടി എന്തോ പണി പഠിക്കുകയാണ്. കാരണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. എനിക്ക് അപ്പം തന്നെ തോന്നി ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മോളി ആൻറ്റി അച്ഛൻ്റെ പാപ്പൻ്റെ മോളെനിക്ക് ചെയ്ത് തരാറ് സ്ഥിരമായിട്ട് കല്യാണത്തിൻ്റെ സമയത്ത്. അപ്പം ഞാനൊന്ന് മാറ്റി പിടിക്കാൻ വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തലമുടി കണ്ടപ്പോൾ നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നു, നല്ല ഭംഗിയാവളെ കാണാം, മനീഷ പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ടാണ് പറഞ്ഞിട്ട് ഞാൻ പോയത്. തല മുഴുവൻ തലോട്ടി ആ തൊലി മുഴുവൻ പൊള്ളി, മുടി മുഴുവൻ പൊട്ടി ആകെ കൊളാക്കി തന്നു കേട്ടോ. സത്യമായിട്ടും എനിക്ക് നല്ല വിഷമമായി. എങ്കിലും റേറ്റ് അധികം പറഞ്ഞില്ല, ബ്ലേഡ് പോലെ ഇങ്ങനെ പറഞ്ഞില്ല. ആ ഒരു ഇതിൽ ഞാൻ പിന്നെ തല്ലൂടാനൊന്നും പോയില്ല. ഞാൻ കാര്യം പറഞ്ഞു, എൻ്റെ തല മുഴുവൻ പൊള്ളിയിട്ടുണ്ട്, മുടി മുഴുവൻ പൊട്ടി പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, പിന്നെ സ്പാ ചെയ്യാൻ വരുമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ പൈസ ചിലവാക്കണ്ട വെച്ചിട്ട് ഞാൻ വാശിപ്പുറത്ത് അങ്ങനെ നിന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ദുബായിക്കും കൂടിയും പോയപ്പോൾ ബാക്കിയുള്ളതും കൂടെ പോയി, അവിടുത്തെ ക്ലോറിൻ വാട്ടർ എല്ലാം കൂടിയിട്ട്. അതാണ് സത്യത്തിൽ ഉണ്ടായത്. അപ്പോൾ എല്ലാവരും എന്നെ ചീത്ത പറയാം, നീ എന്തിനീ ഉള്ള നാരിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കളയണേ ചോദിച്ചു. സത്യത്തിൽ ഇതാണ് ഉണ്ടായത്, ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല. പകുതി അടുക്കള പണി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാട്ടോ അവൻ്റെ ബൊമ്മ കുട്ടി കണ്ണി കണ്ട സാധനങ്ങൾ മുഴുവൻ ഓരോന്നിൻ്റെ ഇടയിലുണ്ടാവും. മാങ്ങ പഴുത്തതുണ്ട്, അവിടെ നിറച്ച് പുഴുവും സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചേക്കുക. പഴുത്ത മാങ്ങിയ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നിറച്ച് പുഴുവാവും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീനാനോട് വർത്താനം പറഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ വണ്ടിയുടെ സീറ്റ് പക്ഷെ നല്ല രീതിക്ക് നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് പണി പഠിച്ചു തോന്നുന്നു. സീറ്റൊക്കെ മാന്തി പൊളിച്ചിട്ടു. ഇത് കവറാണ്, അങ്ങനെയാണ് സുനു പറഞ്ഞത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നു. പിന്നെ നീരവൻ്റെ വക പൂച്ചേനെ തേടി വിളിയിട്ട് കേട്ടോ. വരാനാ കൂട്ടാൻ വെക്കാനേ ഒന്നുമില്ല. അപ്പം മീൻ മേടിക്കാൻ പോവാണേ. ഞാൻ ചോദിച്ച മീൻ അല്ല, പാമ്പിനെ വിൽക്കാൻ വെച്ചേക്കാന്നാ. പക്ഷെ അത് മീനാണ് കേട്ടോ, പത്തി വീടെടുത്ത് കേൾക്കണ പോലെ. അത് കാണുമ്പോൾ എന്തോ പോലെ. ഇതിനൊക്കെ ഇങ്ങനെയല്ലേ കറി വെച്ച് കഴിക്കണം. ആരും മേടിക്കണമെന്ന് കണ്ടില്ല. അവരിങ്ങനെ ഓരോന്ന് കാണിച്ച് കൂട്ടിട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് നോക്കിയേക്കട്ടെ. ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേര് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും കൂടി എടുത്തത്. അത് കഴിഞ്ഞത് ആ വീട്ടിലെത്തി നമ്മൾ മീനൊക്കെ മേടിച്ചു. ഞാൻ അയിലാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതൊക്കെ മേടിച്ചതാ. ഞാൻ ഒന്ന് ടാങ്ക് കലക്കി കൊടുക്കാൻ വിചാരിച്ചു നീരവന്. കുറച്ച് യാത്രയൊക്കെ ചെയ്തു വന്നതല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ വന്ന് ടാങ്ക് കലക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പണിയുള്ളൂ. എനിക്ക് ഈ അടുക്കള പണി കഴിഞ്ഞിട്ട് നേരില്ല. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ടാങ്ക് ഒന്ന് കലക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടി ഒന്ന് സമാധാനമായി. അവിടെ ഒരു സ്പൂണും കൂടി കൊടുത്താൽ കുറച്ച് നേരം ഇളക്കി ഇങ്ങനെ നിന്നോളും. മീൻ പിന്നെ ക്ലീൻ ചെയ്ത് കിട്ടി. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അതിൻ്റെ സൈഡിൽ ആ ചിറക്, വാല്, അത് പിന്നെ ഉള്ളിലത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മതിയായിരുന്നു. അപ്പോൾ ചോറ് അറുത്ത് വെച്ച കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും പിന്നെ ചട്ടി ഒന്ന് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്ന് വേഗം കഴുകിയെടുത്ത് ഇനി മീനിലേക്ക് കിടക്കുകയാണ് മക്കളെ. അപ്പോഴേക്കും 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. FM ഒക്കെ ഓൺ ചെയ്ത് വരുമ്പോൾ FM-ലൊന്നും ചാനലൊന്നും കിട്ടണില്ല. ഒരു രസമാണ് അടുക്കളയിൽ ഉച്ച നേരത്തൊക്കെ ഇങ്ങനെ പണികളെടുക്കുമ്പോൾ FM-ഉം കേട്ടിരിക്കുന്ന പണിയെടുക്കുക വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സമയത്ത് കേട്ടോ. 6ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ മാറിയ സമയമാണ്. ബാക്കി ഇവിടെ നമ്മുടെ കോളേജിലൊരു ZMLP പറഞ്ഞ സ്കൂളിലായിരുന്നു. 6ാം ക്ലാസ് തൊട്ട് ഞാൻ തൃശ്ശൂർ ഹോളി ഫാമിലി പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു AC ട്രാവൽസ് ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ കയറും. സ്കൂൾ തുറക്കുക പറഞ്ഞാൽ ഒരു മഴയത്താണല്ലോ സ്കൂൾ തുറക്കൽ. അപ്പോൾ ആ മഴയത്ത് കുടയും പിടിച്ച് അങ്ങോട്ട് കയറുമ്പോൾ FM അവർ വെച്ചിട്ടുണ്ടാവും. അതിലെപ്പോഴും ഞാൻ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വരണ പാട്ട് പറഞ്ഞാൽ ഗോകുല ബാലബാലകൻ, ഗോപികന്മാരുടെ കാമുകൻ, അങ്ങനെ ഒരു ജയറാമിൻ്റെ പാട്ടുണ്ടല്ലോ. അപ്പം അതാണ്. അയ്യോ, എനിക്ക് ആ പാട്ടങ്ങട് വരുമ്പോഴേക്കും തദ്ദിനതി അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ സ്റ്റാർട്ടിങ്. അത് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഈ AC ട്രാവൽസാണ് കേട്ടോ ഓർമ്മ വരിക. എത്ര കാലം എൻ്റെ മേമയൊക്കെ അങ്ങനെ AC ട്രാവൽസിൽ തന്നെയായിരുന്നു. പണ്ട് തൊട്ടേയുള്ള ടെമ്പോ ആണത്. അപ്പോൾ ഞാനും പിന്നെ ആ പേര് കേട്ടപ്പോൾ എന്നെ അതിൽ വിട്ടതാണ് കേട്ടോ. അധികമൊന്നും പോയില്ല, നല്ല തിരക്കുള്ള ബസ് പറഞ്ഞാൽ ടെമ്പോ. അപ്പോൾ കുറച്ചാളതിൽ പോയുള്ളൂ. അപ്പോൾ എന്നാലും എനിക്ക് അതൊക്കെ ഒന്ന് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഓർമ്മകളാണ്. അങ്ങനെ എനിക്ക് അറിയണതാട്ടോ ഈ FM. പിന്നെ എൻ്റെ മുന്നിൽ വീട്ടിൽ അമ്മായിയുടെ കാര്യം പറയാണ്ടല്ലോ. അമ്മായി എപ്പോഴും പണിയെടുക്കുമ്പോൾ FM വയ്ക്കും. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ അമ്മായിയുടെ പാട്ടും ഇതൊക്കെ കേൾക്കും. അപ്പോൾ അതിൻ്റെ കൂടെ മാമനും അമ്മായിയും കൂടെ അവിടെ വൃത്തിയാക്കലും ഫ്രണ്ട് വൃത്തിയാക്കലും ഗാർഡനിങ്ങും അങ്ങനത്തെ ഓരോ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ മീൻ. അപ്പം മീൻ ഇനി വറക്കുകയാണ്. ഞാൻ ആദ്യം കൊണ്ട് ഉപ്പിട്ടു കേട്ടോ. ഉപ്പിട്ടുകൊണ്ട് ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഉപ്പ് നല്ലോണം അങ്ങോട്ട് പിടിച്ചു തോന്നുന്നു. ഉപ്പ് കൂടിയെന്നും തോന്നുന്നുണ്ട്. ആദ്യം മുളക് പൊടി എന്തെങ്കിലും ഇട്ടാൽ ആദ്യമായിരുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഉപ്പ് എന്തായാലും കാര്യമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ ഒന്ന് ഉപ്പ് പിടിക്കട്ടെ, ഉപ്പ് മുളകൊക്കെ പിടിക്കട്ടെ വെച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ടാങ്ക് അങ്ങോട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവൻ എന്താ ജെല്ലേമ്മ നിൽക്കുകയാണ് കേട്ടോ. എവിടുന്ന് തലകുത്തി മഴയാണെന്ന് അറിയില്ല. അതേപോലെ ആട്ടോ ചില സമയത്ത് കർട്ടനുമൊക്കെ ഇങ്ങനെ ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ടൈലാണ്. ആ വക്കുമ്പോൾ ഇങ്ങനെ ചവിട്ടി താഴെ വീണാലോ. എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാമെന്നുള്ളൊരു ഭാവമാണ്. ഞാൻ സനേഷാനും ചീത്ത പറയുമ്പോൾ വലിയ പ്രായമായവർ സംസാരിക്കണ പോലെ കേട്ടോ അവൻ്റെ ചില സമയത്ത് സംസാരം. എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എന്തോരാ വെച്ചിട്ട് നമ്മൾ തല്ലൂടുക. അങ്ങനെ ഞാൻ അതൊക്കെ കൊടുത്തതാ കാർട്ടൂൺ വെച്ച് കൊടുത്തപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ഞി കത്തി, കുഞ്ഞ് പ്ലേറ്റുകൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ ഈ മിനി കിച്ചൺ, അങ്ങനെ ഓരോ ഉണ്ടാക്കലും സാധനങ്ങളൊക്കെ. അപ്പോൾ അവൻ എനിക്ക് വലുതായി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയും കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ ഗ്ലാസ്സൊക്കെ തന്ന് പിന്നെ ഇതാ ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ കൈ കൊണ്ടുള്ള സൂപ്പർ ആക്ഷൻ.
നമ്മുടെ FM ഓണായിട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചേച്ചി, ആ പേര് എനിക്കറിയില്ല കേട്ടോ ചേച്ചിയുടെ, അപ്പോൾ കത്തിങ്ങനെ വായിച്ച് ഫോൺ വിളിച്ചപ്പോൾ ഒരു കുട്ടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു അച്ചാച്ചൻ്റെ പേരിലാണ്, അഡ്രസ്സിലാണ് കത്ത് വന്നേക്കണം. അപ്പോൾ ഇങ്ങനെ വായിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ കുട്ടിയാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ അച്ചാച്ചനെ കൊടുക്കാൻ പറഞ്ഞു. അച്ചാച്ചനാണെങ്കിൽ ഓർമ്മയ്ക്ക് ഇത്തിരി പ്രശ്നമുള്ള ആളാണ്. എങ്കിലും അപ്പുറത്ത് അമ്മൂമ്മ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന ബന്ധുക്കൾക്ക് പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന പാട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലാറാമൊന്നും അടിച്ചതാണ് കേട്ടോ. അങ്ങനെ അമ്മൂമ്മയൊക്കെ ഒന്ന് സഹായിച്ച് പറയുമ്പോൾ പിന്നെ ആ ചേച്ചി പറയുന്നുണ്ട്, അച്ചാച്ചന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു, ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കുക പറഞ്ഞു. പിന്നെ അമ്മൂമ്മോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്നാലും അച്ചാച്ചൻ പറ്റണ പോലെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. പാവമുണ്ട്. എന്നിട്ട് ആൾ പറഞ്ഞ പഴയ പാട്ടുകളാണ് കേട്ടോ. ഞാൻ കേട്ടിട്ട് കൂടിയില്ല, ഞാൻ ജനിക്കണേക്കാളും മുന്നുള്ള പാട്ടുകളാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കാനായിട്ടൊരു കൗതുകവും. ഉച്ച സമയത്ത് ഒക്കെയാണ് ഇവർ ഈ പഴയ പാട്ടുകളൊക്കെ കൂടുതലുണ്ടാവുക. രാവിലെ ഉണ്ടാവും, എങ്കിലും ഉച്ചയ്ക്കാണ് കൂടുതൽ ഇങ്ങനെ കേൾക്കുക. പ്രായമായവരും അവരൊക്കെ ഇങ്ങനെ കത്തയച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ദിവസം കത്തയക്കണം. അപ്പോൾ അതൊക്കെ കേട്ട് പിന്നെ ഇതാ ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ചുളിവിൽ ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് ഒതുക്കണം. അതിനി ഇവിടെ ഒന്ന് ഷെൽഫ് വൃത്തിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വൃത്തിയാക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ഇതാ ഞാൻ പാത്രം വയ്ക്കുന്ന സാധനത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും എൻ്റെ പാത്രം കഴുകൽ കാരണേ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടി തോന്നുന്നു, വെള്ളത്തിൻ്റെ പാടുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ വീണ്ടും ബാക്ക് ടു നമ്മുടെ പാത്രം കഴുകൽ. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പരിപാടി കഴിഞ്ഞു കേട്ടോ. മീൻ ഒരുവിധമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിക്കാനാണ്. ഒരു ഉച്ചയ്ക്ക് ആ പറയുമ്പോൾ നൗഷിത്താത്ത ഇങ്ങനെ കുട്ടികൾക്ക് സാധനങ്ങൾ മേടിക്കുക, സ്കൂളിലേക്കുള്ള സാധനങ്ങൾ അവർക്ക് പിന്നെ പെട്ടെന്ന് തുടക്കും. ഇവനെ എന്നാ തുടക്കാമെന്ന് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല കേട്ടോ. അതാ ഞാനിങ്ങനെ മന്ദഭാവമായിട്ട് നടക്കണമെന്ന് മേടിക്കാൻ പോകാണ്ട്. അപ്പോൾ അവർ പോകണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാനും കൂടെ പോകുന്നുണ്ട്. കാരണം എനിക്കൊരു ഐഡിയ ഇല്ല. ഷൂസൊക്കെ മേടിക്കണം. ഷൂസ് എനിക്ക് വലിയ കാര്യമായിട്ട് നോക്കാറിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടാ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യെങ്കിലും ഷൂസിൻ്റെ കാര്യം എനിക്കൊരു സംശയമാണ്. തന്നേശായിട്ട് ഇങ്ങനെ കാലിൻ്റെ ആ തുമ്പ് ഭാഗില്ലേ വിരലിൻ്റെ, അതിൻ്റെ അവിടെ ഒന്ന് ഞെക്കി നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഷൂസ് മേടിക്കണം കാണാം. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ എനിക്ക് മേടിക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് മേടിച്ചു കൂട്ടെ ഞാൻ കുറച്ച് നാൾ മുന്നേ. പക്ഷേ ഭയങ്കര ടൈറ്റായി പോയി. പിന്നെ നടക്കാനൊന്നും പറ്റാണ്ട് പിന്നെ അത് പൊട്ടിപ്പോയപ്പോൾ അങ്ങനെ വേണ്ട വെച്ചുവിട്ട ഞാൻ. അങ്ങനെ ചോറും കഴിക്കലും പരിപാടികളാണ്. ഇപ്പോൾ മീനിന് നമ്മൾ സബോള കരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷനല്ല, എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സബോള കഴിക്കാൻ. ഞാനൊരു സബോള പ്രാന്തിയാണ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സബോള ഉള്ളിയൊക്കെ കഴിച്ച് എന്നെ ഇങ്ങനെ മണം എടുത്ത് വിടുന്നു. ചേട്ടൻ നടന്ന് ഇങ്ങിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സബോള പ്രാന്തിയാണ് ഞാൻ. അപ്പോൾ ഇതാ മീനിൻ്റെ തലയൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ വേഗം റെഡിയായി ചടപടേ എന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം നീരവപ്പോഴേക്കും ഇതാ ഗേറ്റിൻ്റെ അങ്ങോട്ട് ഓടി. ഗേറ്റ് തുറന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സമാധാനത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരൊറ്റ ഓട്ടം ഞാനും. മെയിൻ റോഡാണല്ലോ. പിന്നെ കൈയോടെ ഞാൻ നീരവിനെ നീയ ചേച്ചിയുടെ കയ്യിലേക്ക് കൈമാറി. രണ്ടാളും കൂടെ കൈ പിടിച്ച് നടക്കലൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് നമ്മൾ വേഗം ഫാമിലിയിലാണ് കയറിയത്. അവിടെ പോയി ഷൂസ് നോക്കലായിരുന്നേ. ആദ്യം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. ആദ്യം ബ്ലാക്ക് അല്ല, ബ്ലാക്കും വൈറ്റും ആയിരുന്നു വേണ്ടത്. ആദ്യം ബ്ലാക്കാണ് നമുക്ക് കിട്ടിയത്. പിന്നെ കിട്ടിയത് കുറച്ച് 2 കൊല്ലത്തോളം നമുക്ക് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പമുള്ള എടുക്കാൻ പറഞ്ഞു. പിന്നെ വൈറ്റും കൂടി കണ്ടുപിടിക്കാൻ പോയതാട്ടോ ചേട്ടൻ. അപ്പോൾ കവറൊക്കെ കാലിലിട്ട് ചളിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അങ്ങനെ ഇട്ട് തന്നു. അപ്പോൾ കറക്റ്റായി. അപ്പോൾ നമ്മൾ നല്ല കുഴപ്പമൊന്നുമില്ല. വെള്ളയോട് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഈശോയെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കഴുകിയെടുക്കുക. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ ഇറങ്ങി നീരൻ്റെ ഒരു വിസിലടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുട കാണുമ്പോൾ അവന് വിസിലടിക്കണം അവിടെ. അങ്ങനെ നമ്മൾ KSKയിലേക്ക് പോയി. എല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചു കേട്ടോ. നെയിം സ്ലിപ്പ് ഏതാണെങ്കിൽ എടുത്തോ. അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള എടുക്കണമെന്നൊക്കെയായിരുന്നു. പക്ഷെ അത് ഓൾഡ് ഫാഷനായി. ഇപ്പോൾ ആരും മേടിക്കണം കാണാനില്ല. അതൊക്കെ കഴിഞ്ഞ് കുട മേടിച്ചത് ആ ബോക്സിലേക്ക് കിടന്നു. ഇതെന്താ വേണ്ട. ബോക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ബ്രൗൺ പേപ്പറും പിന്നെ സ്റ്റിക്കറൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഇവർക്ക് നിച്ചൊരു പച്ച കളർ കൂടെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നോക്കിയപ്പോൾ പിങ്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കടയിലത്തെ ചെക്ക് ഇങ്ങനെ
ആ കുട്ടി പറയുന്നുണ്ട് പിങ്ക് ഗേൾസിനുള്ളതാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പിങ്ക് തന്നെയാണ് ഇഷ്ടം. നമ്മളമ്മമാർ നോക്കാൻ പോയി കഴിഞ്ഞാൽ പിങ്കിൽ തന്നെയാണ് നമ്മുടെ കണ്ണെത്തുള്ളൂ. അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ അതാ ടീച്ചേഴ്സിന് 2 പേർക്കും 2 ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. ഇപ്പോൾ ഇതാ നല്ല രസമുള്ള ഓരോ കൃഷ്ണൻ്റെയും എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു വെള്ള എന്താ പറയുക മിനി ആൻറ്റോടെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെയിറ്റുള്ള നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ മിനി ആൻറ്റീനെ എനിക്ക് ഓർമ്മ വരും. അങ്ങനെ ഇതൊക്കെ കണ്ട് ആ പൂവ് വീടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് സ്റ്റെയർ കേസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ വിൽക്കാം. നല്ല രസമുണ്ടാവും. വലിയ റേറ്റൊന്നുമില്ല. നമ്മുടെ ചെറുത്തുരുത്തിയിൽ തന്നെ സുപ്രീം തന്നെയല്ലേ അവിടെ തന്നെയാട്ടോ പോയത്. അവിടെ ഒരു കുതിരയുടെ കഴുത്തിൽ കണ്ടോ നല്ല ഗിൽറ്റുള്ള പൂവ്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമായി. ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് മേടിച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറച്ച് നേരം നൗഷിതാത്തയ്ക്ക് വേറെ ഒരു കടയിൽ കയറാണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ വിസിലടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ പിള്ളേർക്ക് വിശക്കണു നിയമോൾക്ക് വിശക്കണേ പറഞ്ഞിട്ട് അപ്പം നിയമൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും വെറുതെ അവരെ കൊണ്ട് കുറേ നടത്തിച്ചതല്ലേ വെച്ചിട്ട് നമ്മൾ ബേക്കറിയിൽ എല്ലാവരുടെയും മുഖത്ത് കണ്ടോ നിയമോള് മുഖം കാണിക്കാത്തത് കേട്ടോ. പിന്നെ അവൾ പിസ്സയാണല്ലോ മേടിച്ചത്. അതിൻ്റെ ഒരു 10 നടന്നു. അപ്പോൾ അവരത് കഴിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഞാൻ പാൽ ചായ നൗഷിതാത്ത കാപ്പിയായിരുന്നു കേട്ടോ. അതായത് നൗഷിതാത്തയ്ക്ക് നല്ല കോൾഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടി കഴിഞ്ഞ് നിയാൻ്റെ അവിടേക്ക് നേരെ പോയി നിയാൻ്റെ കുപ്പിയാണ് കേട്ടോ. അതൊക്കെ നോക്കി പിന്നെ നമ്മൾ വിളിച്ച ഷൂസൊക്കെ കാണിച്ചു കൊടുത്തു, ഇട്ട് കാണിച്ചു കൊടുത്തു. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.